അസ്സലാമു അലൈക്കും. എന്റെ പേര് ഇസ്ഹാഖ് അലി. മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളിക്കടുത്ത് അരമംഗലത്താണ് വീട്. എന്റെ സംശയം ഇവിടെ വിഷയാവതരണത്തിൽ പരാമർശിച്ച രണ്ട് സബ്ജക്റ്റുകളുടെ ഒരു വിശദീകരണം എന്ന രീതിയിലാണ്. ഒന്നാമതായിട്ട് യോഗയുമായി ബന്ധപ്പെട്ട് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നതാണ്. അപ്പോ യോഗയിൽ ശാസ്ത്രീയമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വായിക്കാൻ ഇടയായ ഒരു സ്ഥലത്ത്. അപ്പോ അങ്ങനെ ഉണ്ടോ? യോഗയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സംശയത്തിനിടയായിട്ടുള്ള സൂര്യ നമസ്കാരം പോലെയുള്ള ചില വകുപ്പുകൾ മാത്രം മാറ്റി നിർത്തി നമുക്കത് കേവലം ചികിത്സ എന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. രണ്ട് ചോദ്യങ്ങളാണ്, രണ്ടും വലിയ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ വെച്ചാൽ യോഗയാണ്. ഇപ്പൊ നിലവിളക്കിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഇപ്പൊ നാട്ടിലെ പുതിയ വിഷയം യോഗമാണ്. അത് തന്നെ നാട്ടുകാരുടെ ഒരു യോഗമാണെന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. അത് തർക്കം എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം? യോഗയുമായി ബന്ധപ്പെട്ട പ്രശ്നം, യോഗാസനങ്ങൾ ഒരു ഹിന്ദുത്വ സർക്കാർ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി നിർബന്ധിതമായും പഠിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതിനെ ചോദ്യം ചെയ്യുവാനുള്ള കാരണം. യോഗ ഒരു എക്സസൈസ് എന്നുള്ള രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ പലരും അത്തരം എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ അതൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇവിടെ ചോദ്യം ചെയ്തത് ഇന്ത്യ രാജ്യത്ത് സർക്കാരിന്റെ ചെലവിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒരു ഹിന്ദുത്വ സർക്കാർ യോഗ നിർബന്ധമായും പഠിപ്പിക്കാൻ പോകുന്നു. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അത് പ്രശ്നമാകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് യോഗ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഗ സ്വതന്ത്രമായി ഉണ്ടായി വന്ന ഒരു എക്സസൈസ് അല്ല. അതാണ് പലപ്പോഴും നമ്മളെ എല്ലാവരും പലപ്പോഴും ചർച്ചകളിലുള്ളൊരു തെറ്റിദ്ധാരണ. യോഗ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഉണ്ടായി വന്ന ഒരു എക്സസൈസ്, ഒരു വ്യായാമ മുറയല്ല. ഇന്ത്യയിലെ ദർശനങ്ങളുടെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു എക്സസൈസാണ്. ഇന്ത്യയിൽ ഉണ്ടായ ദർശനങ്ങളെ രണ്ടായി തിരിക്കുന്നു. ഒന്ന് നാസ്തിക ദർശനം, മറ്റൊന്ന് ആസ്തിക ദർശനം. നാസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും വേദത്തിന്റെയും പ്രാമാണ്യത്തെ അംഗീകരിക്കാത്തവർ. ചർവാക ദർശനം, ബൗദ്ധ ദർശനം, ജൈന ദർശനം എന്നിവ നാസ്തിക ദർശനമായി അറിയപ്പെടുന്നു. മറ്റൊന്ന് ആസ്തിക ദർശനമാണ്. ആസ്തിക ദർശനത്തെ നിർവചനം തന്നെ ദൈവത്തെയും വേദത്തെയും അംഗീകരിക്കുന്നവർ എന്നാണ്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള വേദങ്ങളെ അംഗീകരിക്കുന്നവർ എന്നർത്ഥം. ഈ ആസ്തിക ദർശനങ്ങൾ 8 എണ്ണമാണ്. ഷഡ് ദർശനങ്ങൾ എന്നാണ് പറയാ. ആറെണ്ണം ഷഡ് ദർശനങ്ങൾ എന്നാണ് പറയാ. ഈ ആസ്തിക ദർശനങ്ങളിൽ ഒരെണ്ണമാണ് യോഗ ദർശനം. യോഗ ദർശനത്തിനൊരു മുനിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പതഞ്ജലി എന്നാണ്. പതഞ്ജലി മുനിയുടെ യോഗസൂത്രങ്ങൾ എന്ന ഗ്രന്ഥമാണ് ഈ യോഗ ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം. യോഗസൂത്രങ്ങൾ 4 അധ്യായങ്ങളാണ്. 4 അധ്യായങ്ങളിലായി 195 സൂത്രങ്ങളാണ് യോഗസൂത്രങ്ങളിലുള്ളത്. ഈ 4 അധ്യായങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, സന്യാസിമാർക്ക് വേണ്ടി അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള കുറെ സാധനകളാണ് യോഗ ദർശനത്തിൽ ഉള്ളത് എന്നാണ്. യോഗ ദർശനത്തിൽ സന്യാസിമാരെയാണ് അദ്ദേഹം പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാവരും കൈവല്യം എന്ന അവസ്ഥയിൽ എത്തിച്ചേരണം. കൈവല്യം എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം പുരുഷനും പ്രകൃതിയും ഒന്നായി തീരുന്ന അവസ്ഥയാണ്. അഥവാ പ്രകൃതിയിൽ മനുഷ്യൻ ഒന്നായി അലിഞ്ഞു ചേരുന്ന അവസ്ഥ, ഒരു അദ്വൈതാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൈവല്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കഴിവുകൾ ആളുകൾക്കുണ്ടാകും, ആത്മീയവും ശാരീരികവുമായ കഴിവുകൾ. ആ കഴിവുകൾ എത്തണമെങ്കിൽ കുറെ സാധനകളുണ്ട്. ആ സാധനകളെ പഠിപ്പിക്കുകയാണ് സന്യാസിമാർക്ക് പതഞ്ജലി മഹർഷി പഠിപ്പിക്കുന്നതാണ് യോഗസൂത്രങ്ങളിൽ. അതിൽ നമ്മളിപ്പോ കാണുന്ന ടൈപ്പ് യോഗാസനങ്ങൾ ഒന്നും വിശദമായി വിശദീകരിച്ചിട്ടില്ല. എന്നാൽ
ഈ യോഗസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു ആസനങ്ങൾ, അത് 120-ലധികം ആസനങ്ങൾ, അതിന് ഹഠയോഗം എന്നാണ് പറയാ. ഈ ഹഠയോഗത്തിലെ ആസനങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ അതിലൊരു ദേവതയുണ്ടാകും. ആ ദേവതയെ മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട്, മനസ്സിന്റെ കേന്ദ്രീകരണം അങ്ങനെയാണ്. അതേപോലെ തന്നെ അതിൽ ശ്വസനക്രിയയുണ്ടാകും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ ഒരു ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് ഓം എന്ന് പറയേണ്ടി വരും, ഹ്രീം എന്ന് പറയേണ്ടി വരും. ഇതെല്ലാം പറയുമ്പോ ദേവതകളെ ഉദ്ദേശിക്കുന്നുണ്ട്, ദേവന്മാരെ ഉദ്ദേശിക്കുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഇതാണ് യോഗ ദർശനവുമായി ബന്ധപ്പെട്ട കാര്യം. യോഗ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന വ്യായാമ മുറകളാണ് പിൽക്കാലഘട്ടത്തിൽ പരിണമിച്ചുകൊണ്ട് യോഗാസനങ്ങൾ ആയി തീർന്നത്. യോഗാസനങ്ങളാണ് ഞാൻ പറഞ്ഞത്. 120-ലധികം യോഗാസനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതെല്ലാം, ഈ യോഗാസനങ്ങളെല്ലാം സൂര്യ നമസ്കാരമാണെങ്കിലും പത്മാസനമാണെങ്കിലും ശീർഷാസനമാണെങ്കിലും ഏതാണെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദിവ്യമായ എന്തിനെയെങ്കിലും കൂട്ടിക്കെട്ടി മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ ദിവ്യമായ എന്തിനെങ്കിലും കൂട്ടിക്കെട്ടലാണ്. അതുകൊണ്ട് തന്നെ അത് അതേപോലെ അനുഷ്ഠിക്കാൻ പതഞ്ജലി മഹർഷി പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ പിൽക്കാലഘട്ടത്തെ ഹഠയോഗികൾ പറഞ്ഞതുപോലെയോ അതേപോലെ യോഗ അനുഷ്ഠിക്കാൻ ഹിന്ദുക്കൾക്കേ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ അത് അതേപോലെ അനുഷ്ഠിക്കണമെങ്കിൽ ദേവതാ സങ്കല്പം ഉണ്ടാകണം. ഓംകാര ശബ്ദത്തിന് തീർച്ചയായും ദിവ്യമായ പ്രതീതി ഉണ്ടാകണം. ആ ദിവ്യ പ്രതീതി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഓംകാരത്തിൽ ഹൃദയത്തെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനസ്സിൽ ആ ഓംകാരത്തിന്റെ തലത്തെ മനസ്സിൽ പൂർണ്ണമായും ധ്യാനിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കെടുത്തിട്ട് ഹോം എന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന മനസാന്നിധ്യവും മനസ്സിനുള്ള കഴിവുമെല്ലാം ഉണ്ടാവുന്നതെന്നാണ് പതഞ്ജലി മഹർഷി പറയാ, ഹഠയോഗികൾ പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുവിന് മാത്രമേ പതഞ്ജലി പഠിപ്പിച്ച യോഗസൂത്രങ്ങൾ അതേ യോഗസൂത്രങ്ങൾ പ്രകാരവും പിൽക്കാല ഹഠയോഗികൾ പഠിപ്പിച്ച യോഗാസനങ്ങൾ ചെയ്യുവാൻ കഴിയൂ. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെയും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള മാർഷൽ ആർട്സ് ഉണ്ടായിട്ടുണ്ട്. ഈ മാർഷൽ ആർട്സിൽ പലതും മതവുമായി ബന്ധപ്പെട്ടുണ്ടായി വന്നത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെല്ലാം പ്രചരിക്കുന്ന കുങ്ഫു, ഉദാഹരണത്തിന് കുങ്ഫു എന്താ? കുങ്ഫു ിൽ നിന്നാണ് കരാട്ടെ ഉണ്ടായത്. കുങ്ഫു എന്താ? കുങ്ഫു ചൈനയിൽ രൂപമെടുത്ത ഒരു മാർഷൽ ആർട്ടാണ്. കുങ്ഫു ചൈനയിൽ രൂപമെടുത്തത് എവിടെയാണ്? ചൈനയിൽ രൂപമെടുത്തത് ബൗദ്ധ വിഹാരങ്ങളിലാണ്, ബുദ്ധ കേന്ദ്രങ്ങളിലാണ്, പ്രത്യേകിച്ച് ഷാഹോലിൻ ബുദ്ധ കേന്ദ്രങ്ങളിലാണ്, വിഹാരങ്ങളിലാണ് കുങ്ഫു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുങ്ഫുവിന്റെ 5 തരത്തിലുള്ള മൃഗങ്ങളായി തീരുകയാണ് യഥാർത്ഥത്തിൽ കുങ്ഫുവിന്റെ ഓരോ ഘട്ടത്തിലും 5 തരത്തിലുള്ള മൃഗങ്ങളായി തീരുക എന്നാണ്. അത് പലതുമുണ്ട്. സിംഹമുണ്ട്, പുലിയുണ്ട്, ചീറ്റയുണ്ട്, അങ്ങനെ പലതും. ആണ് കുങ്ഫുവിന്റെ ഓരോ ആക്ഷൻസും അതാണ്. ഈ കുങ്ഫു യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെ തലത്തിൽ ഉണ്ടായി വന്നതാണ്. പക്ഷേ ആ മതത്തിന്റെ തലം ഒഴിവാക്കി വെച്ചുകൊണ്ട് കുങ്ഫു സ്വീകരിക്കാൻ ആരും ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. ഇതേപോലെ നമ്മുടെ നാട്ടിലെ കളരി എടുക്കുക. കളരി യഥാർത്ഥത്തിൽ എന്താണ്? കളരി വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ഉണ്ടാക്കിയതാണ് കളരി എന്നാണ് കളരി ഗ്രന്ഥങ്ങൾ പറയുന്നത്. കളരി പരശുരാമന്റേതാണ്. ആ കളരിയിലാകട്ടെ കളരി ദേവതകളോടുള്ള പ്രാർത്ഥനകളും അവരോടുള്ള പൂജകളും അവരോടുള്ള വണക്കങ്ങളും ഇഷ്ടം പോലെ കാണാൻ കഴിയും യഥാർത്ഥ കളരിയിൽ. എന്നാൽ ആ കളരി തന്നെ പിൽക്കാലഘട്ടത്തിൽ മലബാറിലെ മാപ്പിളമാർ മാപ്പിള കളരിയാക്കി മാറ്റി. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിൽ എക്സസൈസ് സ്വീകരിച്ചു, മറ്റേത് ഒഴിവാക്കി നടത്തും. ഇത് ഇന്ത്യയിൽ എന്തുണ്ടെങ്കിലും ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതേപോലെ പലതും അതിലെ നന്മകളിൽ പലതും ഉണ്ടെങ്കിലും അതെല്ലാം മതത്തിന്റെ ഭാഗമായിട്ടാണ് വ്യവഹരിച്ചു പോന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടില് ആയുർവേദം നമ്മളെല്ലാവരും സ്വീകരിക്കാറുള്ള, ആരും അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്വീകരിക്കാറുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ്. എന്താണ് ആയുർവേദം? ആയുർവേദം അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. 4ാമത്തെ വേദമായ അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. ആ ആയുർവേദം അതേപോലെ അഥർവവേദത്തിന്റെ ഉപവേദം എന്നുള്ള രൂപത്തിൽ സുശ്രുതൻ പറഞ്ഞ ആയുർവേദത്തെ അതേപോലെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കേ കഴിയൂ. കാരണം അതിൽ നേരത്തെ പറഞ്ഞ എല്ലാ ഏർപ്പാടും ആയുർവേദത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മാരണങ്ങൾ ആയുർവേദത്തിന്റെ ഭാഗമാണ്. അതേപോലെ ധ്യാനങ്ങൾ ആയുർവേദത്തിന്റെ ഭാഗമാണ്. ശ്വസനക്രിയകൾ ആയുർവേദത്തിന്റെ ഭാഗമാണ്.
പക്ഷേ അതിലെ മെഡിസിനൽ ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് അതിലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഉപയോഗിക്കുന്നു എല്ലാവരും. ഇത് യഥാർത്ഥത്തിൽ ഒരു നാട്ടിലുണ്ടായ നന്മകളെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എതിർപ്പുണ്ടായിട്ടില്ല എന്നതിന് തെളിവാണ്. ആയുർവേദത്തെ ആരും എതിർത്തിട്ടില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുങ്ഫുവിനെ പോലെയുള്ള കളരിയെ പോലെയുള്ള ഇതിനൊന്നും ആരും എതിർത്തിട്ടില്ല. ഇതുവരെ ഇവിടെ യോഗയെയും ആരും എതിർത്തിട്ടില്ല. എന്നാൽ ഒരു ഹിന്ദുത്വ സർക്കാർ യോഗ നിർബന്ധമായും അടിച്ചേൽപ്പിക്കുന്നു. ആ അടിച്ചേൽപ്പിക്കലിന്റെ പിന്നിൽ ഉള്ള രാഷ്ട്രീയവും മതവുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ ഹിന്ദുത്വ സർക്കാർ യോഗയെ അടിച്ചേൽപ്പിക്കുമ്പോൾ യോഗ ഒരു മതത്തിന്റെ ഭാഗമായി നിലനിന്നിട്ടുള്ള ഒരു ഏർപ്പാടാണ്. യോഗ അതിൽ എക്സസൈസ് ചെയ്യാനും എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ എക്സസൈസ് മാത്രം എടുത്ത് എനിക്ക് സ്വീകരിക്കാതിരിക്കാം. ആ എക്സസൈസേ പാടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ടാകാം മതവിശ്വാസികളിൽ. എങ്കിൽ അത് ഒഴിവാക്കാം. അതെല്ലാം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മതത്തിന്റെ ഭാഗമായി മാത്രം നിലനിന്നിട്ടുള്ള ഒരു വ്യായാമ സമ്പ്രദായത്തെ അതിന്റെ ശാസ്ത്രീയത പരിശോധിച്ചാലും ഇല്ലെങ്കിലും അതിനെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. ആ അടിച്ചേൽപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹഠയോഗികൾ പഠിപ്പിച്ച ആ ആസനങ്ങൾ തന്നെയായിരിക്കും പഠിപ്പിക്കപ്പെടുക. ആ ആസനങ്ങളിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓംകാര ശബ്ദം തന്നെയായിരിക്കും കേൾക്കേണ്ടി വരിക. ശ്വാസം പുറത്തേക്ക് എടുക്കുമ്പോൾ ഹ്രീം ശബ്ദമായിരിക്കും പുറത്തേക്ക് വരുത്തേണ്ടി വരിക. അവിടെ അതെല്ലാം തന്നെ മതമാണ്. അതുകൊണ്ടാണ് അതിന്റെ എതിർപ്പുമുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ എതിർപ്പിന്റെ കാതൽ അതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതേസമയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ യോഗ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശാസ്ത്രീയമാണ്, ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈസ്റ്റേൺ ആയിട്ടുള്ള എന്തിനേയും ഒരു തരത്തിലുള്ള ആവേശത്തോടുകൂടി വാരിപ്പുണരുന്നതിന് വേണ്ടിയുള്ള ഒരു ത്വര നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം നടക്കുന്നു. പക്ഷേ യോഗയിലെ പല എക്സസൈസുകളും അതിന്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യുന്ന പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശീർഷാസനത്തെ പോലെയുള്ള എക്സസൈസുകൾ അടക്കം, ശീർഷാസനം അത് കഴുത്തിന് അപകടകരമാണെന്നും തലച്ചോറിനടക്കം ബ്ലഡ് പ്രഷർ രോഗികൾക്ക് അപകടകരമായ തലങ്ങൾ ഉണ്ടാക്കുമെന്നുമെല്ലാമുള്ള പഠനങ്ങളുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ യോഗയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ തന്നെ നടന്നിട്ടുള്ള പഠനങ്ങളിൽ ഒരുപാട് രോഗങ്ങൾ യോഗ വഴി ഉണ്ടായതായി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതേസമയം യോഗക്ക് അനുകൂലമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു എക്സസൈസ് എന്നുള്ള രൂപത്തിൽ അതിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ അത് ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് പിന്തുടരുന്നതിനെ ആരും എതിർത്തിട്ടില്ല. എന്നാൽ ഒരു മതത്തിന്റെ ഭാഗമായി നിലനിന്ന ഒരു ഏർപ്പാടിനെ അടിച്ചേൽപ്പിക്കുന്ന ഏർപ്പാടിനെയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് എതിർത്തിട്ടുള്ളത്. അതിന്റെ കാരണം ഇതാണ്: ഹിന്ദുത്വ സർക്കാർ യോഗയുടെ പേരിൽ മതത്തെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത് എന്നും അത് അപകടകരമാണെന്നും അത് ഭാരതത്തിൽ നിലനിന്ന മതനിരപേക്ഷതയുടെ കാതലിനെ ബാധിക്കുന്നതാണ് എന്നും അത് അനുവദിച്ചാൽ മെല്ലെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മതനിരപേക്ഷത ഇല്ലാതെയാവുകയും മതാധിപത്യം കടന്നു വരികയും ചെയ്യും എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നിർബന്ധിത യോഗയെ എതിർത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അതിലെ ഏതെങ്കിലും ഒരു എക്സസൈസ് നല്ലതോ ചീത്തയോ എന്നുള്ള ചർച്ചയല്ല ഇവിടെയുള്ളത്. അത് മനസ്സിലാക്കുക.